ഇപ്പോൾ വസ്തുതാപരമായിട്ടുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയത്. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടും അതുപോലെ വ്യാജ മേൽവിലാസങ്ങൾ, ബൾക്ക് വോട്ട്, 2 ബൂത്തുകളിലായിട്ട് വന്ന ഫോട്ടോകൾ, വോട്ടർമാരുടെ വ്യാജ ഫോട്ടോ, വ്യാജ അഡ്രസ്സ്, ഇവയെല്ലാം കൃത്യമായി തന്നെ വോട്ടർ പട്ടിക വച്ച് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെയാണ് BJPയുടെ പ്രതിനിധി പറയുന്നത്. ഇവിടെ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ടും അതുപോലെ തന്നെ അധികാര ദുർവിനിയോഗം കൊണ്ടും ഉദ്യോഗസ്ഥ മേധാവിത്വം കൊണ്ടും തകർക്കുന്ന കാഴ്ച കുറച്ച് നാളായിട്ട് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ അടുത്തിടയ്ക്ക് തന്നെ ശ്രീ രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ അത് തെറ്റാണ് എന്ന് സാധൂകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞോ? കർണാടകത്തിലെ ഒരു ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 ലക്ഷത്തിലധികം വോട്ടുകൾ ഇരട്ട വോട്ടാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ നിരവധി വന്നല്ലോ. ശരിക്കും ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ തന്നെ ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന തരത്തിൽ, ആ വോട്ടർ പട്ടിക റദ്ദാക്കുന്ന തരത്തിലെല്ലാം ഇടപെടൽ നടത്താം, ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്താം. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് കോടതി പോയില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. ഇവിടെ ഒരു പത്രസമ്മേളനത്തിലൂടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ തന്നെ വസ്തുതകളും തെളിവുകളും വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന വലിയ വോട്ട് കുംഭകോണം, വോട്ടർ പട്ടികയിൽ ഉള്ള ഈ വലിയ തരത്തിലുള്ള വ്യാജമായിട്ടുള്ള ഇടപെടലുകൾ, അതിന്റെ ഭാഗമായിട്ടുള്ള കള്ളവോട്ടുകൾ അന്ന് തന്നെ പറഞ്ഞല്ലോ. വൈകുന്നേരം തെരഞ്ഞെടുപ്പ് സമയത്തിന് ശേഷം നടന്ന വോട്ടെടുപ്പ്, വൈകുന്നേരം 6 മണിക്ക് ശേഷം 10,000-കണക്കിന് ആളുകൾ വന്ന് ക്യൂ നിന്ന് ഒറ്റയടിക്ക് വോട്ട് രേഖപ്പെടുത്തി പോകുന്ന ഒരു സാഹചര്യം ഇവിടെ കൃത്യമായി പറയുന്നു. 233 തവണ വരെ ഒരാളുടെ ഫോട്ടോ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യം. ഒരു മണ്ഡലത്തിൽ ഒരു ഫോട്ടോയിൽ തന്നെ 100 വോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ വോട്ടർ പട്ടികയുടെ വിശ്വാസ്യത എന്താണ്? അപ്പൊ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം കൃത്യമായി ജനാഭിലാഷം കൊണ്ട് വിജയിക്കാൻ BJPക്ക് കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടു. പ്രത്യേകിച്ച് രാജ്യത്തെ കർഷകരുടെയും ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും എല്ലാം നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായിട്ടുള്ള സമരങ്ങൾ, അതുപോലെ തന്നെ രാജ്യത്ത് ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ വളർന്ന വലിയ പ്രക്ഷോഭങ്ങൾ, അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിച്ചാൽ മാത്രമേ BJPക്ക് ജയിക്കാൻ കഴിയൂ എന്നുള്ള സാഹചര്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ വെബ്സൈറ്റിൽ അത് പോസ്റ്റ് ചെയ്തു ഇത് പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക്താവായിട്ട് BJPയുടെ വക്താവ് മാറേണ്ടതുമില്ല. ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു മണ്ഡലത്തിൽ വിജയിക്കണമെന്ന് തീരുമാനിച്ച കാശ്മീരിൽ നിന്ന് വരെ ആളുകളെ കൊണ്ടുവന്ന് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തി ഞങ്ങൾ അങ്ങനെ അത് കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞ തീരുമാനം BJPയുടെ ദേശീയ തലത്തിലുള്ള തീരുമാനം തന്നെയാണ്. ഇപ്പൊ തൃശ്ശൂര് തന്നെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച് നമ്മൾ കണ്ടില്ലേ? സുരേഷ് ഗോപിയുടെ കുടുംബം തിരുവനന്തപുരത്ത് കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഡ്രൈവറും ബന്ധുക്കളും എല്ലാം തൃശ്ശൂർ വന്ന് വോട്ട് ചെയ്തു. ഇതെല്ലാം വസ്തുതാപരമായി നമ്മുടെ മുന്നിൽ വിവരങ്ങളുണ്ട്. പക്ഷേ നടപടി സ്വീകരിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ കുറ്റകരമായിട്ടുള്ള മൗനം തുടരുകയാണ്. അതുകൊണ്ട് ഇപ്പൊ ബീഹാർ തെരഞ്ഞെടുപ്പിലും ആശങ്കയുണ്ട്. ഈ കേരളമടക്കം വരാൻ പോകുന്ന സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളെയും അട്ടിമറിക്കാൻ തന്നെയാണ് ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ധൃതി പിടിച്ച് SIR എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നതും അതിന് പറ്റിയ ഒരു പശ്ചാത്തലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ നയങ്ങളെ പ്രതിരോധിക്കാൻ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങും.